നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പിതൃസ്മരണയിൽ വിശ്വാസികൾ. വിവിധ ക്ഷേത്രങ്ങളിൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. തീരദേശത്തെ നിശ്ചലമാക്കി ഹർത്താൽ. കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ആരംഭിച്ചു. അനുമതിയില്ലാതെ പാതയോരം ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും പുറമ്പോക്കുകളിലും കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് ഹൈക്കോടതി വിലക്കി. അനുമതിയില്ലാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കൊടിമരങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള സർക്കാർ നയത്തിന് 6 മാസത്തിനകം രൂപം നൽകണം. വാർത്തകൾ വിശദമായി. പിതൃസ്മരണയിൽ വിശ്വാസികൾ. വിവിധ ക്ഷേത്രങ്ങളിൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു. പുലർച്ചെ 12 മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അന്നമനട മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ തർപ്പണം നടത്തി. 10ഓളം ശാന്തിമാർ ചടങ്ങുകൾക്ക് കാർമ്മികരായി. വിപുലമായ സജ്ജീകരണങ്ങളാണ് ഭക്തർക്കായി ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത്. ഇന്ന് വൈകിട്ട് വരെ ബലിതർപ്പണ ചടങ്ങുകൾ തുടരും. ശിവരാത്രി ദിനത്തിൽ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ആഘോഷ പരിപാടികളും നടന്നു. മാള അഷ്ടമിച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കാഴ്ചശീവേലി, പാണ്ടിമേളം, ദീപാരാധന, തായമ്പക, ദേശക്കാരുടെ താലിവരവ്, വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന ഖനന പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. കയ്പമംഗലത്ത് മത്സ്യത്തൊഴിലാളികൾ പണിമുടക്കി. ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂരിക്കുഴി കമ്പനിക്കടവിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് കടലിനെയും കടൽ സമ്പത്തിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ രാജ്യത്തെ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമങ്ങളിലൊക്കെ തന്നെ ഭേദഗതി വരുത്താറുണ്ട്. എന്നാൽ അന്താരാഷ്ട്രപരമായ ഒരു നിയമത്തിനു കൂടി വിധേയമായിക്കൊണ്ടാണ് സമുദ്രത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതുമെല്ലാം തന്നെ. ഇപ്പോ ഈ കേരളീയർ ഉൾപ്പെടെ ഏറെ ആഘാതം അനുഭവിച്ച, മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ട ഒരു പ്രകൃതി ദുരന്തമാണ് സുനാമി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സുനാമിയുടെ ഉറവിടത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ രാജ്യതലത്തിലും രാജ്യാന്തര തലത്തിലുമൊക്കെ നടന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മണി കാവുങ്ങൽ അധ്യക്ഷനായി. CITU നാട്ടിക ഏരിയ പ്രസിഡന്റ് BS ശക്തിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം KM വിജയൻ, ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, പഞ്ചായത്ത് അംഗം CJ പോൾസൺ, നേതാക്കളായ ദിവാകരൻ കുറുപ്പത്ത്, NK സുരേഷ്, ER ജോഷി, മണി ഉല്ലാസ്, PK സുകന്യ, RR രാജേന്ദ്രൻ, ശാന്തൻ കോവിൽ തെക്കേവളപ്പിൽ, TK ഉബൈദ് തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് അഴിമുഖത്ത് നിന്നും ഒരു മത്സ്യബന്ധന യാനങ്ങൾ പോലും കടലിൽ ഇറങ്ങിയില്ല. കേന്ദ്ര സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളികളോടുള്ള ദ്രോഹത്തിനെതിരെ സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയൻ സംഘടിപ്പിച്ച തീരദേശ ഹർത്താൽ അക്ഷരാർത്ഥത്തിൽ തീരദേശത്തെ നിശ്ചലമാക്കി. പുലർച്ചെ മുതൽ മത്സ്യവിതരണ തൊഴിലാളികളുടെ മീൻ എന്ന വിളി കേട്ട് ഉണരാറുള്ള ഗ്രാമങ്ങളിൽ ഇന്നു മുഴുവൻ അനുബന്ധ തൊഴിലാളികളും ഹർത്താലിൽ പങ്കുചേർന്നു. ജില്ലയിലെ എല്ലാ ഹാർബറുകളും നിശ്ചലമായി. മത്സ്യവുമായി പോകുന്ന ഒരൊറ്റ വണ്ടികൾ പോലും നിരത്തിലിറങ്ങിയില്ല. എല്ലാ മീൻതട്ടുകളും അടച്ചിട്ടുകൊണ്ട് മത്സ്യം ലഭിക്കാത്ത ഒരു ദിവസമായി ഈ പ്രതിഷേധം കടന്നുപോയി. ബുധനാഴ്ച രാത്രിയോടെ ആരംഭിച്ച സമരം വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ സമാപിക്കും. ഈ മേഖലയെ പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവത്തെയാണ് ഈ സമരം അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ 90കളിൽ ആരംഭിച്ച ആഗോളവൽക്കരണം എല്ലാം തീരെഴുതുന്ന തലത്തിലേക്കാണ് എത്തിയത്. നമ്മുടെ കര
പൂർണ്ണമായും വിദേശ ശക്തികളുടെ കൈകളിലേക്കും വ്യാപാര സംവിധാനങ്ങളെല്ലാം അങ്ങോട്ട് സഞ്ചരിക്കുന്ന സ്ഥിതി എത്തി. കായലെത്തി, കരയെത്തി, കാടെത്തി. ഇപ്പോ കടലെത്ത്. കടലിലേക്ക് കണ്ണും നട്ടിരുന്ന മത്സ്യത്തൊഴിലാളിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കടലിൽ പോയ മത്സ്യത്തൊഴിലാളി തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന മത്സ്യത്തൊഴിലാളിയുടെ സഹധർമ്മിണിയുടെ കുടുംബക്കാരുടെ സങ്കടങ്ങളുടെ ആപലാതികളുടെ കഥകൾ, സിനിമകൾ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അനുമതിയില്ലാതെ പാതയോരം ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും പുറമ്പോക്കുകളിലും സ്ഥിരമായോ താൽക്കാലികമായോ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് ഹൈക്കോടതി വിലക്കി. നിലവിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കൊടിമരങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള സർക്കാർ നയത്തിന് 6 മാസത്തിനകം രൂപം നൽകണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. കൊടിമരങ്ങളില്ലാത്ത ജംഗ്ഷനുകൾ കേരളത്തിൽ കുറവാണ്. രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും കൊടിമരങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. വഴിയാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനു പുറമെ അപകടങ്ങൾക്കും ഈ കൊടിമരങ്ങൾ വഴിവെക്കുന്നുണ്ട്. എന്തായാലും കൊടിമരങ്ങളുടെ ഈ അനിയന്ത്രിത വളർച്ചയ്ക്ക് തടയിടാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു. നിയമപരമായ അനുമതിയില്ലാതെ പൊതുസ്ഥലങ്ങളിലും പുറമ്പോക്കുകളിലും സ്ഥിരമായോ താൽക്കാലികമായോ പുതിയ കൊടിമരങ്ങൾ നാട്ടുന്നത് ഹൈക്കോടതി നിരോധിച്ചു. മുമ്പ് സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ 6 മാസത്തിനകം നയം രൂപീകരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിലുണ്ട്. കോടതി ഉത്തരവ് നടപ്പാക്കാൻ നിർദ്ദേശിച്ച് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ സർക്കുലർ നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. നടപടികളിലെ പുരോഗതി സംബന്ധിച്ച് തദ്ദേശ സെക്രട്ടറി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പത്തനംതിട്ട പന്തളത്തെ മന്നം ഷുഗർ മില്ലിന് മുന്നിലെ CPIM, BJP, DYFI സംഘടനകൾ അനധികൃതമായി സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് ഷുഗർ മിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മാള ചക്കാംപറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിന് മുന്നോടിയായി തണ്ടികവരവ്, ദീപാരാധന എന്നിവ നടന്നു. മാർച്ച് 4 വരെയാണ് കുംഭഭരണി മഹോത്സവ ആഘോഷങ്ങൾ. ഈ ദിവസങ്ങളിൽ ദീപാരാധന, വിവിധ ക്ഷേത്രകലകൾ, പ്രസാദവൂട്ട് എന്നിവ നടക്കും. മാർച്ച് 2-ന് പ്രതിഷ്ഠാ ദിനാഘോഷം, 3-ന് പള്ളിവേട്ട ആഘോഷം, മാർച്ച് 4-ന് ഭരണി മഹോത്സവ ദിനത്തിൽ ആറാട്ട്, പിറന്നാൾ സദ്യ, ദീപാരാധന, താലി സ്വീകരണം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ചാലക്കുടിയിലെ വിവിധ പ്രദേശങ്ങളിലെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയെ ചാലക്കുടി എക്സൈസ് സംഘം പിടികൂടി. ഒറീസ സ്വദേശി 32 വയസ്സുള്ള വസന്ത് ബോയിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. ഇയാളിൽ നിന്നും 1.6 കിലോ കഞ്ചാവും എക്സൈസ് പിടിച്ചെടുത്തു. കുറഞ്ഞ വിലയിൽ ഒറീസയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ക്യാമ്പുകളിൽ വലിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് പ്രതി. 10, 20, 50, 100 ഗ്രാമുകളുടെ ചെറിയ പൊതികളാക്കിയാണ് വിൽപ്പന. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കഞ്ചാവിന്റെ മണം പുറത്തുവരാത്ത രീതിയിൽ പ്രത്യേക ഇനം പേപ്പറിൽ പൊതിഞ്ഞ് 2 ബാഗുകളിലായാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. മുന്തിയ ഇനം കഞ്ചാവ് ഒറീസയിൽ നിന്നും ചാലക്കുടിയിലേക്ക് കൊണ്ടുവരുന്ന സംഘങ്ങളെക്കുറിച്ച് പ്രതിയിൽ നിന്നും സൂചന ലഭിച്ചതായി എക്സൈസ് അറിയിച്ചു. ചാലക്കുടി KSRTC പരിസരത്തു നിന്നും 19 ബോട്ടിൽ ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി. ആസാം നാഗാവോൺ സ്വദേശി 25 വയസ്സുള്ള അസദുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. ആവശ്യക്കാരനെ കാത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്ന പ്രതിയെ പോലീസ് ഓടിച്ചിട്ടാണ് പിടികൂടിയത്. ആസാമിൽ നിന്നും ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന ഹെറോയിൻ ചെറിയ കുപ്പികളിലാക്കി 700 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. പ്രധാന വാർത്തകൾ വീണ്ടും. പിതൃസ്മരണയിൽ വിശ്വാസികൾ. വിവിധ ക്ഷേത്രങ്ങളിൽ വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു.
തീരദേശത്തെ നിശ്ചലമാക്കി ഹർത്താൽ, കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത തീരദേശ ഹർത്താൽ ആരംഭിച്ചു. അനുമതിയില്ലാതെ പാതയോരം ഉൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലും പുറമ്പോക്കുകളിലും കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് ഹൈക്കോടതി വിലക്കി. അനുമതിയില്ലാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ കൊടിമരങ്ങളും നീക്കം ചെയ്യുന്നതിനുള്ള സർക്കാർ നയത്തിന് 6 മാസത്തിനകം രൂപം നൽകണം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.